കറുപ്പുസ്വാമി. സൂര്യയുടെ കറുപ്പെന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ പല പ്രമുഖ റിവ്യൂവേഴ്സും അതിന് അത്ര നല്ല റിവ്യൂ അല്ല കൊടുത്തത്. പക്ഷേ എന്നിട്ടും ആ സിനിമ ഇപ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞാടുകയാണ്. അതിന് ഒരു കാരണമുണ്ട്. കാലഗണനകൾക്കപ്പുറം അടിച്ചമർത്തപ്പെട്ടവന്റെയും ചതിക്കപ്പെട്ടവന്റെയും നെഞ്ചിലെ കനലായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന കറുപ്പസ്വാമി എന്ന കാവൽ ദൈവത്തിന്റെ കഥ അറിഞ്ഞിരിക്കണം ഈ കറുപ്പ് എന്ന മൂവി കാണുന്നതിന് മുമ്പായി. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, എന്തുകൊണ്ട് ദൈവവും മനുഷ്യരും തമ്മിൽ യുദ്ധം ചെയ്യുന്നുവെന്ന്. അതറിയണമെങ്കിൽ കാലത്തിന്റെ ചുവടുകളൊന്ന് പിന്നോട്ട് വെക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഘകാലത്തിന്റെ മണ്ണിലേക്ക് നമ്മൾക്കൊന്ന് പോകേണ്ടി വരും. ഇന്ന് നമ്മൾ കാണുന്ന കൂറ്റൻ ക്ഷേത്രങ്ങളോ ആകാശം മുട്ടുന്ന സ്വർണ്ണ ഗോപുരങ്ങളോ അന്ന് ജനിച്ചിട്ടില്ല. കാവൽ നിൽക്കാൻ പോലീസോ സംരക്ഷിക്കാൻ എഴുതപ്പെട്ട നിയമങ്ങളോ ഇല്ലാതിരുന്ന ക്രൂരവും വന്യവുമായ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഒരൊറ്റ അതിജീവന നിയമമേ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങളുടെ ഗോത്രവും കാടും തമ്മിലുള്ള പോരാട്ടത്തിന്റെ അതിജീവന നിയമം. കരിനിഴൽ വീണ രാത്രികളിൽ കന്നുകാലികളെ മോഷ്ടിക്കാൻ, വീടുകൾക്ക് തീയിടാനും, മനുഷ്യരെ കൊന്നൊടുക്കാനും കൊള്ളസംഘങ്ങൾ അതിർത്തി കടന്നു വരുമായിരുന്നു. പക്ഷേ ആ ഭയത്തിന്റെ രാത്രികളെ നേരിടാൻ എല്ലാ ഗ്രാമങ്ങൾക്കുമായി ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്വന്തം ജനതയ്ക്ക് വേണ്ടി നെഞ്ച് കാണിച്ചു കൊടുക്കാൻ മടിയില്ലാത്ത ഒരു പോരാളി. ഒടുവിൽ സ്വന്തം ചോരയൊഴുക്കി ആ മണ്ണിൽ അവൻ വെട്ടേറ്റ് വീഴുമ്പോൾ ആ ഗ്രാമം അവനെ ഓർത്ത് വെറുതെ കരഞ്ഞു തീർത്തില്ല. തങ്ങളെ കാത്ത ആ വീരന്റെ ശ്വാസവും ആത്മാവും ഒരിടത്തും പോയിട്ടില്ലെന്ന് അവർ വിശ്വസിച്ചു. ആ ഗ്രാമത്തിലെ വാസികൾ അവനായി മണ്ണിൽ കല്ലുകൾ കൊത്തിവെച്ചു. അതിനെ നടുകൽ അഥവാ വീരക്കല്ലുകൾ എന്ന് വിളിച്ചു. ചരിത്ര വസ്തുതകൾ പ്രകാരം ഈ വീരക്കല്ലാരാധനയിൽ നിന്നാണ് കറുപ്പസ്വാമി എന്ന കാവൽ ദൈവ വ്യവസ്ഥയുടെ തുടക്കം. കറുപ്പസ്വാമി മറ്റുള്ള ദൈവങ്ങളിൽ നിന്നും വേറിട്ട ഒരാളായിരുന്നു. ആർക്കും പരാതിപ്പെടാം, തർക്കിക്കാം, സുഹൃത്താക്കാം. അവൻ തങ്ങളുടെ കൂടെ ജീവിക്കുന്ന, തങ്ങളുടെ വീട്ടുപിടിക്കൽ നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിന്റെ തന്നെ കാവൽക്കാരനാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവർക്ക് അവനോട് സാധാരണക്കാരെ പോലെ സംസാരിക്കാം, നെഞ്ചു വിരിച്ചു നിന്ന് തർക്കിക്കാം, ദേഷ്യപ്പെടാം, ഒരു ഉറ്റ സുഹൃത്തിനോടെന്ന പോലെ ഉറക്കെ കരഞ്ഞ് പരാതിപ്പെടാം. അവർ എന്നെ ചതിച്ചു കറുപ്പ, എന്റെ കുടുംബം തകർത്തു, നീ അതൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ് ഭക്തർ അവന്റെ മുൻപിൽ നെഞ്ചുപൊട്ടി അലറാറുണ്ട്. അവന്റെ നീതിക്ക് താമസമുണ്ടാവുകയില്ല. അത് അതിവേഗമുള്ളതാണ്, അതും പച്ചയായത്. ഒരിക്കലും അവൻ സത്യം ലംഘിക്കുന്നവനോട് ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവനുള്ള വഴിപാടുകളും അത്രമേൽ റോയാണ്. പുകയുന്ന ചുരുട്ടുകളും മദ്യവും അതുപോലെ തന്നെ മാംസാഹാരവും. അസൈവ എന്നാണ് ഈ മാംസാഹാര വഴിപാടിനെ വിളിക്കുന്നത്. ചുരുട്ട് കത്തിച്ചവന്റെ വാളിന്റെ മുന്നിൽ മണ്ണിൽ കുത്തി നിർത്തിയാൽ അവൻ പ്രസാദിക്കും. ഇതെല്ലാം ചെയ്യുന്നവർ വിശ്വസിക്കുന്നത് തകർന്നവർക്കും ചതിക്കപ്പെട്ടവർക്കും അവൻ നൽകുന്ന സംരക്ഷണം അത്രമേൽ ആഴമുള്ളതാണ് എന്നാണ്. പണ്ട് കോടതികളില്ലായിരുന്ന കാലത്ത് പരമാധികാര നീതിയായിരുന്നു കറുപ്പസ്വാമി. കോടതികളിൽ പണം കൊണ്ട് നീതി വിലയ്ക്ക് വാങ്ങാമെങ്കിലും കറുപ്പിന്റെ മുന്നിൽ കള്ളം പറഞ്ഞ രക്ഷയില്ലെന്നും ഇന്നും ഗ്രാമീണർ നെഞ്ചുരുകി വിശ്വസിക്കുന്നുണ്ട്.